ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നമുക്ക് വളരെ വെൽ നോൺ പേഴ്സൺ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു പേരിപ്പോ വീണുപോയി. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു മാഗസിനില് അവരൊരു കവർ സ്റ്റോറി കൊടുത്തിരുന്നു. അപ്പൊ അതിന് മുകളിൽ കൊടുത്തിരുന്ന കപ്പൽ മുതലാളി എന്നുള്ള ഒരു അതോടുകൂടി ടൈറ്റില് ഇപ്പൊ വന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കപ്പൽ മുതലാളിയിൽ ഒരാൾ എന്ന് ജോയിച്ചേട്ടൻ നീങ്ങുകയാണ്. കാരണം അത് വളരെ അഭിമാനത്തോടെ, കാരണം എന്ന് വെച്ചാൽ ഒരു മലയാളിക്ക് ഒരു സ്വന്തമായി കപ്പലുണ്ടാവുക, അത് ഷിപ്പ്. അപ്പോൾ അതിവിടെ ഒരു ജോയി അറക്കൽ എന്നുള്ള പേരിനേക്കാൾ കപ്പൽ മുതലാളി എന്നുള്ള ഒരു നെയിമാണ് നമ്മുടെ ഇടയ്ക്ക് വന്നത്. മലയാളികൾ പൊതുവെ ഇല്ലാത്ത ഒരു ഫീൽഡാണ് അത്. പിന്നെ ഞാൻ അത് കപ്പൽ വാങ്ങി മലയാളികൾക്ക് ഇല്ല എന്നുള്ള രീതിയില്ല, നമ്മളുടെ ബിസിനസ്സിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ ഒത്തിരി പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണ്. അപ്പോൾ പുറത്തു നിന്ന് ഷിപ്പ് ഹയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ കോസ്റ്റ്, പിന്നെ അവൈലബിലിറ്റി. അപ്പോൾ ഒരു ഷിപ്പിന്റെ കോസ്റ്റ് എത്ര വരും? ഒരു ഷിപ്പിന് ഇത് ചെറിയ ഷിപ്പുകളാണ്, ഒരു 2000-3000 ടൺ ക്യാരി ചെയ്യാൻ പറ്റിയ ഷിപ്പുകളാണ്. ഞങ്ങൾ ജപ്പാനിൽ നിന്നാണ് ഷിപ്പുകൾ വാങ്ങിയത്. അത് ഏകദേശം ഒരു ഷിപ്പിന് $3 മില്യൺ എന്നുള്ള കണക്കിലാണ് വരുന്നത്. ഇന്ത്യൻ രൂപയിലാണ് ഒരു 10 കോടി രൂപ വെച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ഷിപ്പിലാണ് നമ്മൾ 2000-3000 ഗാലൻ അങ്ങനെ ടണ്ണാണ് മെട്രിക് ടൺ ആ ഓയിലിന്റെ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊഡക്ട്സ് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഷിപ്പ് ദുബായിലാണോ ഉള്ളത്? അതെ, ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് GCCയിലാണ് ഓപ്പറേഷൻ. അതായത് ഇറാൻ, ബഹ്റൈൻ, ഒമാൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ദുബായിലേക്ക് പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പെട്രോളിയം പ്രൊഡക്ട്സ് ഇപ്പോൾ ഞങ്ങളത് ആ ഒരു കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ട് ഇപ്പോൾ പെട്രോ കെമിക്കൽസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്രോ കെമിക്കൽ സൗദിയിലെ പല റിഫൈനറികളുമായിട്ട്, അറാംകോ പോലെയുള്ള, സാബിക്ക്, അറാംകോ പോലുള്ള കമ്പനികളൊക്കെ ആയിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ആകെ ഇതിൻ്റെ അകത്തൊക്കെയുള്ള ഒരു വലിയ ത്രെട്ട് പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനാണ് ഓയിൽ പ്രൈസിലുണ്ടാകുന്നത്. ഡെയിലി ഉണ്ടാകുന്നുണ്ട്. അത് വളരെ വലിയ രീതിയിലുള്ള, കഴിഞ്ഞ 2 വർഷങ്ങൾ വളരെ നല്ലതായിരുന്നു, പ്രൈസ് മുകളിലോട്ട് മാത്രം. പിന്നെ അതുകൂടാതെ ദുബായിൽ ഞങ്ങൾ ടെലികോമിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അവിടെ ടെലികോമിൽ അവിടുത്തെ ഏറ്റവും വലിയ കമ്പനി എറ്റിസലാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവിടെ ഇപ്പോൾ പുതിയ ടെക്നോളജി ഒപ്റ്റിക്കൽ ഫൈബർ ഇവിടെയുണ്ട്, ഇന്ത്യയിലും ആൾറെഡി അത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് ചെയ്ത് അതിൽ വിജയിക്കാൻ കഴിയാതെ വീണ്ടും നാട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നാട്ടിലും ഇപ്പോൾ അനുബന്ധമായ സ്ഥാപനങ്ങൾ നടത്തുന്നത് ബ്രദറാണ്, എല്ലാ കാര്യങ്ങളും നോക്കി, ജോൺ അറക്കൽ. അപ്പോൾ നാട്ടിലെ ഓരോ ബിസിനസ്സിനെ കുറിച്ച് ജോൺ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും? നാട്ടിലെ ബിസിനസ് മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എൻ്റെ ഏട്ടൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് 100% ഉണ്ട്. എന്തൊക്കെയാണ് നാട്ടിൽ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒന്ന് വല്ലാർപാടം പ്രൊജക്റ്റുകൾ, അതായത് റെയിൽവേയുടെ ചെയ്യുന്നുണ്ട്, ഹൈവേ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ LNG ഗ്യാസ് അവിടെ പെട്രോളിൻ്റെ വർക്ക്, അടിസ്ഥാന സൗകര്യം, ഫില്ലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഹൈവേയുടെ വർക്കായിരുന്നു. അത് ഈ ഒരു മൺസൂൺ സീസണിൽ അതിപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ടൂറിസം വയനാട്ടിൽ വലിയൊരു പൊട്ടൻഷ്യലാണ്. വയനാട് ശരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ കിടന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് വയനാട്ടിൽ ടൂറിസം പ്രൊജക്ട്സുകളൊക്കെ, അതായത് പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത്. ആദ്യം ആളുകളുടെയൊക്കെ ഒരു ധാരണ വയനാട് എങ്ങും ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം എന്നാണ്. പക്ഷെ വയനാട് ശരിക്കും അങ്ങനെയല്ല. വയനാട് ഒരു വലിയ ഒരു എക്കോ ടൂറിസത്തിന്, ഇപ്പോൾ ഒരു നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. വയനാട്, കൂർഗ്, ഊട്ടി, മൈസൂർ, ഇതിൻ്റെ അകത്തുള്ള ഈ ഫോറസ്റ്റ് ബെൽറ്റ്, മുതുമല, നാഗർഹോള എന്നിങ്ങനെയുള്ള വലിയൊരു ഫോറസ്റ്റ് ബെൽറ്റാണ്. 3 സ്റ്റേറ്റ് കൂടി ഒന്നായി തീരുന്ന സ്ഥലമാണ്. പിന്നെ ആക്സസ് എന്നുള്ളതും വലിയൊരു ഇഷ്യൂ അല്ല. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരു 9 മണിക്കൂർ 8 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. വളരെ ഫാസ്റ്റായിട്ട്, നല്ല റോഡുമാണ്. അതെ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വളരെയധികം, പ്രത്യേകിച്ച് IT സെക്ടറിലുള്ള ഇവിടെ വീക്കെൻഡിലൊക്കെ ഇവിടുത്തെ റിസോർട്ടുകളും എല്ലാം ഫോറസ്റ്റുകളുടെയും അത് കുറെ കൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൂറിസം വളരെ വലിയ രീതിയിൽ ഇവിടെ പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നല്ല ഓപ്പർച്യൂണിറ്റി വയനാട്ടിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു
ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കാണാനുള്ള അത്രയും കാര്യങ്ങളുണ്ട് വയനാട്ടിൽ. വയനാടിന് ശേഷം അടുത്ത സ്ഥലങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബ് വേണമെങ്കിൽ നമുക്ക് വയനാടാക്കി മാറ്റാം. കാരണം ഇവിടെ നിന്നുള്ള ആക്സസ് മറ്റു സ്ഥലങ്ങളിലേക്ക്, ഊട്ടിക്ക് 100 കിലോമീറ്റർ, തമിഴ്നാട്, മൈസൂർ 100 കിലോമീറ്റർ ഉള്ളൂ, കൂർഗ് നമ്മളുടെ ബോർഡർ കൂർഗാണ്, പിന്നെ ബന്ദിപ്പൂര്, നാഗർഹോൾ, ഈ ടൈഗർ റിസർവ് എല്ലാം വരുന്നത് നമ്മളുടെ ഇതിനോട് ചേർന്നിട്ടാണ്. വിത്തിൻ ഒരു 100 കിലോമീറ്റർ റേഡിയസിലാണ് ഇത്രയും പിന്നെ എക്കോളജിക്കലായിട്ടും നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വലിയൊരു അട്രാക്ഷനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്കോപ്പുകളാണ് ഇപ്പോൾ വരുന്നുണ്ട്. പുറത്തുനിന്നും ഒത്തിരി അധികം ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണത്. പിന്നീട് വയനാട്ടിൽ നിന്നും പല ആളുകളും ഇപ്പോൾ ഈ രംഗത്തേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. വയനാടിൻ്റെ ശരിക്കും ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിംഗ് ആൻഡ് ടൂറിസമാണ്. പിന്നെ മറ്റൊന്ന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ പലരും വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും. വയനാട്ടിൽ ഒരു പ്രാവശ്യം വന്ന ആളുകൾ പിന്നീട് അതിനെ പറ്റിയിട്ട് മോശമായിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇവിടുത്തെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്നുള്ള രീതിയിലാണ് വയനാട്. ഇവിടുത്തെ ജനത്തിന്റെയും വളരെ നല്ല ക്യാരക്ടറാണ് അവരെല്ലാവരും. ഒരു ജനങ്ങള് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കുറെ നിഷ്കളങ്കരായ ആളുകളാണ്. ഒരു ഗ്രാമത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കഠിനാധ്വാനികളുമാണ്. ആ ഒരു കർഷക മനസ്സ്, അത് അതിന്റെ ഒരു നന്മയൊക്കെ ഉള്ള ആളുകളാണ്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ്. ആ ഒരു കർഷകരെന്ന് പറയുന്ന അവര് മണ്ണിനോട് മല്ലിട്ട് ജീവിക്കുന്നത്. അവരെ വിശപ്പിന്റെ വയറിന്റെ വിശപ്പ് എന്ന് പറയുന്നത് മണ്ണായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം അപ്പൊ അതിന്റെ വിലയും അതൊക്കെ കർഷകർക്കേ അറിയാൻ പറ്റുള്ളൂ. ആ മനസ്സ് അവർക്ക് 100% അറിയാം. കൊച്ചിയിലും ഹോട്ടൽ ബിസിനസ് ഉണ്ട്. അത് നോക്കുന്നത് കൊച്ചിയിൽ ഹോട്ടൽ ബിസിനസ് ഉണ്ട്. നമ്മുടെ മലബാർ അല്ല, തോപ്പുംപടി മലബാർ കോട്ടാണ്. അവിടെ റൂമും ബാക്കിയുള്ള ഏകദേശം ഒരു 30 റൂംസ് അവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ബിസിനസ് എല്ലാം പോയി നോക്കുക. കൊച്ചിയില് ഞാനുള്ളപ്പോ കൊച്ചിയില് നോക്കാറുണ്ട്. അതിനുശേഷം പിന്നെ മറ്റ് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വയനാട്ടിൽ. കൃഷി എന്നുള്ളത് വലിയൊരു വീക്ക്നെസ് ആണ്. പേഴ്സണലായിട്ട് തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങി കൃഷിയുണ്ട്. നാട്ടിൽ തന്നെ ഒരു 10-200 ഏക്കർ, കേരളത്തിന് പുറത്തും കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്.